സോ ടുഡേ ഐ ആം ലീവിങ് വീണ്ടും ഓഫീസിലേക്ക്. ഇതാണെങ്കിൽ ഒടുക്കത്തെ മഴ. ഞാൻ ഇതിലേ പോകുന്നത്. മഴയാണെങ്കിൽ ഒട്ടും കുറയുന്നുമില്ല, നല്ല മഴ. സോ നേരെ തളിപ്പറമ്പേക്ക് നമുക്ക് ബസ് കയറാം. സത്യം പറഞ്ഞാൽ എനിക്ക് 4 ബസ് കയറണം, അതാണ് അങ്ങനത്തുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് സ്റ്റാൻഡിലേക്ക് ബസ് കയറണം. സ്റ്റാൻഡിൽ കണ്ണൂരേക്ക് പോകണം, കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പേക്ക് പോകണം, തളിപ്പറമ്പിൽ നിന്ന് വേറൊരു ബസ് കയറണം. ഇവിടെ നിന്ന് റോട്ടിക്കോട്ട് വീഗാലാൻഡിൽ ടൂർ പോയ കണക്കാണ്. പുതിയ സ്റ്റാൻഡെത്തി. ഇനി ഇവിടുന്ന് അടുത്ത ബസ് കയറണം. കാണുന്നില്ലല്ലോ അല്ലേ? അല്ല, ഇവിടെ മൊത്തം ആൾക്കാർ ഒടുക്കത്തെ തിരക്കുമായിരിക്കും. ഐ ഡോണ്ട് നോ. അയ്യോ, വീഡിയോ ഉണ്ട് ആൾക്കാർ, അപ്പുറത്തുണ്ട് കുറേ ആൾക്കാർ. ബസ് കയറി. പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് കണ്ണൂർ KSRTC സ്റ്റാൻഡ് വരെ പോകുള്ളൂ. ബാക്കി പോയാ പോലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇച്ചിരി സംഭവം കാണിച്ചു തരാം. കടല് നമ്മളിപ്പോൾ കടലിലെ കുട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു മഴ ഇവിടെ ഫുള്ള് ബ്ലോക്കായി. ബെഞ്ചെല്ലാം നിർത്തിയിടിച്ചു. കണ്ണൂരെത്തി. കാൾടെക്സ് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അടുത്ത് പഴയ സ്റ്റാൻഡിലേക്ക് നടക്കണം. അല്ലെങ്കിൽ ഉറങ്ങാൻ നോക്കിയിട്ട് കുറേ നേരം ഉറങ്ങാൻ പറ്റാണ്ട് കണ്ണുകൂട്ടി വന്നപ്പോഴായിരുന്നു കാൾടെക്സ് ഇട്ടത്. വല്ലാത്തപ്പോൾ ഒക്കെ തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാലും ഈ നടക്കട്ടെ കുറച്ച്. നമുക്ക് എന്തെങ്കിലും മിണ്ടി വന്നിട്ട് ഇങ്ങനെ പോവാം. നല്ല മഴ, നല്ല മഴ. റോഡെല്ലാം ഫുള്ള് വെള്ളമെല്ലാം കയറിയിട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത്. ആർക്കൊന്നും പറ്റാണ്ടെന്നാ ഇത്, വേറെ കുഴപ്പമൊന്നുമില്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇത്ര ധൈര്യത്തിൽ ഫോണും പിടിച്ചുകൊണ്ട് വ്ളോഗ് എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്കെന്തോ പോലെയാണ്. അത് ശരിയായി വരുമായിരിക്കും. അങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പടയെല്ലാം പിടിച്ച് അതെല്ലാം ഇതാക്കിയിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അത് ഇംപ്രൂവ് മൈ വ്ളോഗിങ് ആൻഡ് എവറിത്തിങ്. ആ വ്ളോഗ് എടുത്തോണ്ട് നടക്കൊണ്ടൊരു പെണ്ണ് നോക്കുന്നത്. ഇത് ആട് എന്നാണ് വിചാരിക്കുന്നത്. ഒരു കുറ്റഭാഗത്തോണ്ട് അങ്ങനെ ആൾക്കാരെ നോക്കും. അതൊക്കെ എനിക്കൊന്ന് എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ആക്കി എടുക്കണേ അത് ചെയ്തുകൊണ്ട് നിൽക്കണം. എന്നാലും ഒരു മോനെ നൊക്ലാക്കിയ പിള്ളേരെല്ലോ അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നു. കൊള്ളാം. നൊസ്റ്റാലിറ്റി അടിച്ചത്. പണ്ടെല്ലാം ഇങ്ങനെ മഴയെല്ലാം വീഴുമ്പോൾ മഴയിൽ പോയി കളിക്കുക, ഫുട്ബോൾ കളിക്കുക, ചളി കളിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. ഇപ്പോൾ ആണെങ്കിൽ മഴയത്ത് ഓടി ഓഫീസിൽ പോവുക, പണിയെടുക്കുക. എന്താ ചെയ്യുക? കാലം പോയപ്പോക്കെ അടുത്തന്നെ പണി വെച്ച് കഴിഞ്ഞാൽ KSRTC ബസ് കണ്ടുപിടിക്കലാണ്. എനിക്കിപ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പിലൊന്നും പോകുന്ന ഇഷ്ടമല്ല. KSRTCയിലാകുമ്പോൾ ഫുള്ള് തുറന്നിട്ട് നല്ല സമാധാനത്തിൽ, പിന്നെ തിരക്കും ഉണ്ടാവില്ല, നല്ല സുഖത്തിൽ പോവാം. ലിമിറ്റഡ് ആകുമ്പോൾ ഫുള്ള് തിരക്കായിരിക്കും. പിന്നെ സ്പീഡിൻ്റെ കാര്യത്തിലെല്ലാം കണക്കന്നെ 2 മറന്നപ്പോൾ ശരിയായി. പിന്നെ കുറച്ചും കൂടി എനിക്കിപ്പോൾ സമാധാനം ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ രസമുണ്ട്. പക്ഷേ അതിൽ ഒബ്വിയസ്ലി ഭയങ്കര തിരക്കായിരിക്കും. ബാക്കിലൊരു പയ്യന രസമുണ്ട്, അതിലും തിരക്കായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് ഒരു KSRTC കാണുന്നുണ്ട്, എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. നോക്കട്ടെ. ബസ് കയറി. എന്താ പറഞ്ഞില്ലേ എൻ്റെ ബാക്കിൽ ഒരു ബസ് ഉണ്ടെന്ന്. ആ ബസ് തന്നെ കയറി. ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഈ ബസ്സിൽ ഉറങ്ങട്ടെ. ഉറങ്ങണ്ട, ഫുള്ളും നനഞ്ഞ് ബാഗ് മൊത്തം. ഓ ഷിറ്റ്. ഈ ബാഗും കുറേ അതായത് ലാപ്ടോപ്പ് നനയാണ്ടെന്നാണ് വേറെ. വാട്ടർ പ്രൂഫ് നല്ലതായിരിക്കും. ഇനി ഇവിടെ നിന്ന് അടുത്തൊരു ബസ് കയറിയിട്ട് മന്നക്ക് പോകണം. ഒരു കുറച്ചോട്ടോ 2 കിലോമീറ്റർ ആയിട്ട്. അയ്യോ, സ്റ്റാൻഡിലെത്തി. ഇനി അടുത്ത ബസ് കയറണം. അല്ല ബസ്സില്ല. ഉണ്ട്. സോ ബസ് കയറട്ടെ. നമ്പർ 4. എൻ്റെ പൊന്ന് ഗൈസ്, നല്ല മഴ. അയ്യോ, ഞാൻ എത്തി. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പൊന്നും അങ്ങനെ എത്തി. സോ ഗൈസ്, ഞാനിനി പിന്നെ വരാം. കയറി പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അറിയൂ സൂപ്പറായില്ലേ? മഴ. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഓഫീസിൽ. മഴ, ചായ, ജോൺസൺ മാഷ്. ഗൈസ്, ഒരു കല്യാണം ഉണ്ട്. ഞാൻ കല്യാണത്തിന് പോകണം. അതാണ് ഇനി അടുത്ത പരിപാടി. അവിടെ ലൈസൻസ് കൊടുത്തേ. ഇതില് താറുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചോപ്പും പച്ചയും തിരിച്ചറിയാത്ത അത് അപ്പുറത്ത്
ഓണെന്ന് അടിക്കാൻ നോക്കണ്ട നീ ആയില്ല ഇനിയിപ്പൊ അപ്പുറത്ത് അവര് ചോപ്പോ നമ്മള് വെച്ചു ഉണ്ടല്ലേ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല തെണ്ടികള് അടിച്ചു കയറലാം പച്ച കാണാം. നമ്മൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കീട്ടിലും തൂക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പാലം കുലുക്കരുത്, മനസ്സിലായില്ലേ അഭിനവ്? പാലം കുലുക്കാൻ പാടില്ല. ഓക്കെ. പക്ഷെ എൻ്റെ മോനെ എടാ പാലെല്ലാം ഇളകി നിലത്ത് വീഴോ. കീട്ടിലം വ്യൂ വെച്ചാൽ കീട്ടിലം തൂക്കുമല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇത് മഴ പെയ്തിട്ട് ഫുള്ള് ചളിപൊളി പോലെയുള്ളത്. പക്ഷേ സംഭവം എന്നെ കളിയാക്കുന്നവർ മുമ്പിൽ ഇരുന്നിട്ട് അയ്യോ ആടിപ്പോന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചാവും. അത്ര തന്നെ, നീന്താനും കൂടി അറിയില്ല. കീട്ടിലം പാലം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടും. എല്ലാവരും ഇറങ്ങുമ്പോൾ നോക്കണം. അവിടെ ഞാനും ഒരു പോർപ്പ വെറുതെ പോയിട്ടില്ലല്ലോ. ഇതാണ് പുഴ. അയക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇതാണ് പുഴ. പുതിയ അറിവല്ലേ? അതാണ് നമ്മൾ നേരത്തെ നടന്നു വന്ന തൂക്കുപാലം. ഈ പാലാരുണ്ടാക്കിയാൽ പണിക്കാരി. ഓ നമ്മൾ തിരിച്ച് പരിപാടി കൂട്ടെ. ബാക്ക് ടു കല്യാണം. എന്തായാലും കിട്ടുന്ന സ്ഥലമായിരുന്നു. നമ്മളെത്തി. ഇതാണ് കല്യാണ ചെക്കനും പെണ്ണോ. ഈ വള്ളക്കുപ്പായിട്ട് വർത്താനം പറയുന്ന സാറെ മോൻ്റെ കല്യാണമായിരുന്നത്. പോവാ ഡാൻസ് കളിച്ചാലോ? പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഡാൻസ് പ്രാക്ടീസ്. വന്നു, കണ്ടു, തിന്നു, പോന്നു. ആ നല്ല തോട. അയ്യോ. സോ അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വിടാതെ പിന്നെ എനിക്ക് മര്യാദയ്ക്ക് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. സോ ടുഡേ ഈസ് എ കിടിലം ഡേ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യാം. And thanks for watching. See you the next video. Bye.